കുഞ്ഞുങ്ങൾക്ക് നിറം വർദ്ധിക്കുന്നതിനും അണുബാധകളിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതിനും വളരെ ഉത്തമമായതാണ് കസ്തൂരി മഞ്ഞൾപ്പൊടി ചാലിച്ച് പുരട്ടിക്കൊടുത്ത് കുളിക്കുക എന്നത്. നമ്മളെല്ലാവരും തന്നെ കുഞ്ഞുങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾ അരച്ചിട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ ഇതുകൊണ്ട് കാര്യമായ മാറ്റമൊന്നും ലഭിക്കാറില്ല. ഒരുപാട് പേര് മുഖസൗന്ദര്യത്തിനും മുഖത്തെ കുരുക്കൾ മാറുന്നതിനും നിറം വർദ്ധിക്കുന്നതിനുമൊക്കെ ആയിട്ട് കസ്തൂരി മഞ്ഞൾ അരച്ച് പുരട്ടാറുണ്ട്. ചുട്ടുനീറ്റലും ചെറിയ അസ്വസ്ഥതയുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മളെല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ടുള്ളവരാണ്. പക്ഷേ എന്നാൽ നമ്മൾ അറിയാതെ പോകുന്ന, നമ്മൾ വിഡ്ഢികളായി പോകുന്ന ചില സന്ദർഭങ്ങളിൽ ഒന്നാണ് ഇത്. കാരണം നമ്മളിൽ മിക്കവാറും പേരും ഉപയോഗിക്കുന്നത് യഥാർത്ഥ കസ്തൂരി മഞ്ഞളല്ല, പകരം മഞ്ഞക്കൂവ എന്നറിയപ്പെടുന്ന ഒന്നാണ് നമ്മൾ കസ്തൂരി മഞ്ഞൾപ്പൊടി എന്ന പേരിൽ വിപണിയിൽ ലഭ്യമാകുന്നത്. ഇതാണ് നമ്മൾ കൂടുതലായിട്ടും ഇടുന്നത്. പലർക്കും തന്നെ ഇതിനെപ്പറ്റി യഥാർത്ഥമായ അറിവ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങളുടെ അറിവിലേക്കായി ഈ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. കസ്തൂരി മഞ്ഞളിൻ്റെ നിറം മഞ്ഞയല്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കുക. കസ്തൂരി മഞ്ഞളിന് ഭംഗിയുള്ള ക്രീം കളറാണ് ഉള്ളത്. മഞ്ഞക്കൂവയുടെ ഇല തിരിച്ചറിയാനുള്ള ഒരു മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇലയുടെ നടുക്കിലൂടെ ഒരു വയലറ്റ് കളർ ഉണ്ടായിരിക്കും. എന്നാൽ ഒറിജിനൽ കസ്തൂരി മഞ്ഞളിൻ്റെ ഇലയ്ക്ക് ആ കളറില്ല. മാത്രമല്ല ഈ കസ്തൂരി മഞ്ഞൾ ചെടി, ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ചെടിയുടെ ഇല ഒന്ന് ഞെരടി മണപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന് കർപ്പൂരത്തിൻ്റെ ഗന്ധമാണുള്ളത്. മാത്രമല്ല കസ്തൂരി മഞ്ഞൾ മുറിച്ച് കഴിഞ്ഞാൽ മഞ്ഞ കളറല്ല, നല്ല ഭംഗിയുള്ള ക്രീം കളറാണ് കാണുന്നത്. അതിൻ്റെ പിക്ചർ ഞാൻ വ്യക്തമായിട്ട് ഇതിലിട്ടിട്ടുണ്ട്. കസ്തൂരി മഞ്ഞൾ മുറിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ക്രീം കളറാണ് ഉൾഭാഗം ഉണ്ടായിരിക്കുന്നത്. ഇലയും ഇത് ഈ പിക്ചറിൽ കാണുന്ന പോലെ ആയിരിക്കും ഇലയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതല്ലാതെ കസ്തൂരി മഞ്ഞളിൻ്റെ ഗുണങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങൾ മഞ്ഞക്കൂവ അരച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു ഫലവും ഉണ്ടായിരിക്കില്ല. പക്ഷേ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഇതുപോലെയുള്ള പൊടിച്ചെടുത്ത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ചാലിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും എഫക്റ്റ് ഉണ്ടായിരിക്കും. കുഞ്ഞുങ്ങൾക്ക് നല്ല നിറം വയ്ക്കുന്നതിനും അണുബാധയിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നതിനൊക്കെ വളരെ നല്ലതാണ്. എസ്പെഷ്യലി പ്രസവം കഴിഞ്ഞിട്ടുള്ള ആ കുറച്ച് ദിവസങ്ങളിൽ നമ്മളിതുപോലെ മഞ്ഞൾ അരച്ചിട്ട് കൊടുക്കുന്നത് പുതിയ ആളുകൾ, ഒരുപാട് ആളുകൾ വിസിറ്റ് ചെയ്യാനൊക്കെ വരുമല്ലോ കുഞ്ഞുങ്ങളെ കാണാനായിട്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻസിനൊക്കെ ചെറുക്കാനുള്ള ഒരു പ്രതിരോധ ശക്തി കുഞ്ഞിന് ലഭിക്കും. അതിനൊക്കെ നല്ലതാണ് കുളിപ്പിക്കുമ്പോൾ ഇങ്ങനെ ശുദ്ധമായ ആട്ടിയ വെളിച്ചെണ്ണയിൽ ചാലിച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം കുഞ്ഞിന് തേച്ച് കൊടുത്തിട്ട് കഴുകുന്നത്. ഇങ്ങനെ ചെയ്യും മുമ്പ് നിങ്ങൾ ഒന്ന് ഉറപ്പാക്കണം കസ്തൂരി മഞ്ഞൾ തന്നെയാണ് ഇടുന്നത്. കസ്തൂരി മഞ്ഞൾ പൊടിച്ചു കഴിഞ്ഞാൽ ഈ ക്രീം കളറിലുള്ള ഒരു ചന്ദനത്തിൻ്റെ കളറിലുള്ള പൗഡറായിരിക്കും ഉണ്ടാവുക. അല്ലാതെ മഞ്ഞ കളറിലുള്ള പൗഡർ നമ്മൾ ആയുർവേദിക് ഷോപ്പിൽ നിന്നായാലും വാങ്ങുന്നത് അത് കസ്തൂരി മഞ്ഞളല്ല, മഞ്ഞക്കൂവയാണെന്ന് തിരിച്ചറിയാം. മഞ്ഞക്കൂവയും ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളത്. ഉദര രോഗങ്ങൾക്കൊക്കെയാണ് ഇത് യൂസ് ചെയ്യണത്. ഡയറ്റിലൊക്കെ ഇത് ഫോളോ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. പക്ഷേ സ്കിന്നിന് സ്പെഷ്യലായിട്ട് ചർമ്മരോഗങ്ങൾക്കും സ്കിന്നിന് ഫെയർ സ്കിന്നാവാനൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞളിന് 1 കിലോയ്ക്ക് ഏകദേശം 400 രൂപയോളം വിപണിയിൽ വിലയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് തിരിച്ചറിയാം. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ നല്ല നല്ല ഇൻഫർമേഷൻസും ന്യൂസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടണും ഒന്ന് പ്രസ് ചെയ്തേക്കും.